ഹലോ, ഏവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന മുടി നമ്മളിന്ന് റെഡിയാക്കിയെടുത്ത് ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇതാണ് ഈ മോളുടെ ഫൈനൽ ലുക്ക്. പൊളി, അതും കൊള്ളാട്ടാ. വന്നപ്പോൾ ഈ മോളുടെ മുടിക്ക് കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു, പക്ഷേ നടുക്ക് ഭാഗത്ത് ലെങ്ത് കുറവും സൈഡിലേക്ക് മാത്രം തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു മുടിയുടെ ഒരു സ്ട്രക്ചർ. അതുകൊണ്ട് നമ്മൾ ആദ്യം മുടിയൊന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് നമ്മൾ ഈ മുടിയിൽ സ്മൂത്തൻ ചെയ്തത്. സ്മൂത്തൻ അല്ല, ശരിക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ചെയ്തത്. ശരിക്കും ലെയർ കട്ട് ഇതിൽ ചെയ്യാൻ പറ്റിയില്ല, കാരണം ലെങ്ത് ഒത്തിരി പോകണ്ടെന്നായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ഒരുപാട് ലെങ്ത് കളയാതെ ഈ സൈഡിലുള്ള ഉള്ളു കുറഞ്ഞ മുടികളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് ആ ഉള്ള മുടിക്കകത്ത് ചെറിയ ലെയേഴ്സാണ് കൊടുത്തത്. ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മുടി ഷാമ്പു വാഷ് ചെയ്തെടുത്തു, എന്നിട്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ഈ മോൾ ഇവിടെ വരുമ്പോൾ മോൾക്ക് ഈ മുടിയിൽ ഇന്നത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമായിട്ടൊന്നും അല്ല വന്നത്. എങ്ങനെയാണേലും മുടി ഒന്ന് ഭംഗിയാക്കി കൊടുക്കണം എന്ന് മാത്രമേ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ടായിരുന്നത് കഴിവതും മുടിയുടെ ലെങ്ത് കളയാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുറകിൽ മാത്രം ചെറുതായിട്ട് ലെയേഴ്സ് കൊടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഫെദർ കട്ടാണ് ചെയ്തത്. കാരണം മോളുടെ കഴുത്ത് ഭാഗത്ത് മുടിക്ക് തീരെ ലെങ്ത് കുറവാണ്, അതിന് മുകളിലുള്ള മുടികൾക്കാണ് കൂടുതൽ ലെങ്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ ലെയർ കൊടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറിയ ലെയർ കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഫെദർ കട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉണക്കിയെടുത്ത മുടിയിൽ നമ്മളിപ്പോൾ ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ മുടിയിലും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. സ്മൂത്തൻ ചെയ്യുമ്പോൾ മുടിയുടെ അറ്റം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുമല്ലോ, അപ്പോൾ അങ്ങനെ വരരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണിത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആക്കിയത്. നമ്മൾ ആ തുമ്പ് ഭാഗം വിട്ടിട്ടാണ് അയണിങ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ ഫെദർ കട്ട് ചെയ്തേക്കുന്നുണ്ട്, അവിടെ കംപ്ലീറ്റ് ആയിട്ട് അയൺ ചെയ്തു. ഇതാണ് അയണിങ്ങിന് ശേഷമുള്ള മുടിയുടെ സ്ട്രക്ചർ. കണ്ടോ, ഇതിൽ മുടിയുടെ അറ്റം കോല് പോലെ ആയിട്ടില്ല, അതുകൊണ്ട് മുടിയുടെ തുമ്പത്തേക്ക് കുറച്ചുകൂടെ തിക്നെസ് തോന്നും. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഈ മുടിയിൽ അടുത്ത ക്രീം പുരട്ടി നമുക്ക് വാഷ് ചെയ്തെടുക്കണം.
അങ്ങനെ അടുത്ത വാഷിങ് കഴിഞ്ഞ് മുടി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് മോളുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി ഓളൂടെ കൊടുക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.